അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബഅദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോയുടെ ശവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ഏർപ്പെടുത്തിയ രണ്ട് സന്തോഷ സുദിനങ്ങളിൽ ഒന്നിൽ ചെറിയ പെരുന്നാളിൽ അതിൻ്റെ സന്തോഷങ്ങളിലാണ് ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണാർത്ഥത്തിൽ അത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നു. കൊച്ചുകൂട്ടുകാരുടെ കഥകളും ഖുർആൻ പാരായണങ്ങളും അതുപോലെ തന്നെ പ്രസംഗങ്ങളും ഒക്കെയായി ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇൻഷാ അല്ലാ ആദ്യമായി ഒരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. അഹ്മദ് സുബ്ഹാൻ, മഞ്ചേരി പുൽപ്പറ്റ സ്വദേശിയായ അഹ്മദ് സുബ്ഹാന്റെ ഒരു പാട്ട് കേട്ട് നമുക്ക് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് ആരംഭിക്കാം ഇൻഷാ അല്ലാ. നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്. പിറവി നാം അറിയാതെ കൺ തുറന്നു മെല്ലെ, പറന്നു നാം ഉയർന്നപ്പോൾ മാനം മറന്ന്. പിറവി നാം അറിയാതെ കൺ തുറന്നു മെല്ലെ, പറന്നു നാം ഉയർന്നപ്പോൾ മാനം മറന്ന്. ദുനിയാവ് വെറുമൊരു ഇടത്താവളം, ദുനിയാവ് വെറുമൊരു ഇടത്താവളം, നേരിൽ ദൂതന്തെന്നോർക്കാതെ അകന്നു പാളും. കര കാണാതെ ഇങ്ങോട്ടു ഉദിച്ച് പോയി ഞങ്ങൾ, കണ്ണെത്താനറിയാതെ മതിച്ചു പോയി. നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. മാഷാ അല്ലാ, അഹ്മദ് സുബ്ഹാൻ എത്ര മനോഹരമായിട്ടാണ്, വളരെ ചിന്തനീയമായ ഒരു പാട്ട് അല്ലേ. ആരോഗ്യമുള്ള സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾക്കൊന്നും ഓർമ്മയില്ലാത്ത, ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത അത് ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള കൃത്യമായ ഉത്ബോധനത്തോടു കൂടിയുള്ള ഒരു മനോഹരമായ പാട്ട്, അതിൻ്റെ എല്ലാ ഭംഗികളും ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് അഹ്മദ് സുബ്ഹാൻ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ അവതരിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ആദ്യത്തെ ഗാനം തന്നെ വളരെ മനോഹരമാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ തുടർന്നും നല്ല നല്ല പാട്ടുകളുമായി നമ്മോടൊപ്പം ചേരാൻ, കൂട്ടുകാരോടൊപ്പം ചേരാൻ, നാട്ടുകാരോടൊപ്പം ചേരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അഹ്മദ് സുബ്ഹാന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരി ഹിസ മെഹറിൻ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിസ മെഹറിൻ സ്റ്റാർ ക്വസ്റ്റിൽ ഒരു ചെറിയ ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു. ഹിസ മെഹറിൻ്റെ പാട്ടിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചമാകെ പ്രഭാമയമാ പ്രഭു നിന്റെ പ്രബോധനം പ്രശോഭിതമായി, പ്രകൃതിയാലേ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി. നദാമിന്നിൽ നിലാവിൽ
ഇതായി പകൽ പ്രകാശമേകും മണ്ണും വിണ്ണും കണ്ണിൽ നിന്നും നിന്നും രൂപമായി അന്നും ഇന്നും എന്നും നാദാനൻ ദൃഷ്ടാന്തമായി നഹ്മദുല്ലാ നഷ്കുറല്ലാ നദ്കുറല്ലാ ഹസ്ബുനല്ലാ പ്രപഞ്ചമാകെ പ്രഭാമയമായി പ്രഭു നിന്റെ പ്രബോധനം പ്രശോഭിതമായി പ്രകൃതിയാലേ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി കടലൊരു തിരയാകും കുടുകുടു ചിരി തൂകും കരനിറഞ്ഞവ നിരചുതരും നിൻ കുതിരത്താൽ പറവകളുടെ ലോകം പറന്നുയർന്നവ വേഗം പരിമിതികളിൽ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചല്ല മരുപ്പച്ച വിരിച്ചിട്ട താഴ്വര നിരകൾ ശിലാശില്പം വരച്ചിട്ട പർവ്വത നിരകൾ ഇരുൾ വായിട്ടിടും കൽവിൽ പൊരുൾ വായിട്ടിടും അരുൾ ചെയ്ത വചനം മതിർ കോത്തിടും പ്രപഞ്ചമാകെ പ്രഭാമയമായി പ്രഭു നിന്റെ പ്രബോധനം പ്രശോഭിതമായി പ്രകൃതിയാലേ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി നദാ നിന്നിഴൽ നിലാവിൽ തൂകും ഇതായി പകൽ പ്രകാശമേകും മണ്ണും വിണ്ണും കണ്ണിൽ നിന്നും നിന്നും രൂപമായി അന്നും ഇന്നും എന്നും നാദാനൻ ദൃഷ്ടാന്തമായി നഹ്മദുല്ലാ നഷ്കുറല്ലാ നദ്കുറല്ലാ ഹസ്ബുനല്ലാ പ്രപഞ്ചമാകെ പ്രഭാമയമായി പ്രഭു നിന്റെ പ്രബോധനം പ്രശോഭിതമായി പ്രകൃതിയാലേ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം മാഷാ അല്ലാഹ്. ഹിസ മെഹറിൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ പാട്ട് നമ്മൾക്ക് പാടിത്തന്നിരിക്കുന്നു. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഹിസ മെഹറിൻ. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായി തന്നെ അവൾ അത് അവതരിപ്പിച്ചു. ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടാനും അത് ശ്രോതാക്കളിലേക്ക് എത്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഒരു ചെറിയ കഥ കേട്ടാലോ? നമ്മൾ 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരൻ്റെ ഒരു ചെറിയ കഥയിലേക്കാണ്. അൽ ഫുർഖാൻ മദ്രസ പെരുമ്പിലാവ്, തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിലെ അൽ ഫുർഖാൻ മദ്രസയിലെ 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരൻ മുഹമ്മദ് സൈഹാൻ്റെ ഒരു കിടിലൻ മലയാളം സ്റ്റോറിയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഗുണപാഠ കഥയാണ്. ഒരിക്കൽ ഒരിടത്ത് ഒരു വീട്ടിൽ 2 സ്ത്രീകൾ താമസിച്ചിരുന്നു. ഒരു ദിവസം അവരുടെ കുട്ടികളുമായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ചെന്നായ ഓടി വന്നു. അതിൽ ഒരു സ്ത്രീയുടെ കുട്ടിയെ ചെന്നായ പിടിച്ചു കൊണ്ടുപോയി. നിന്റെ കുട്ടിയെയാണ് ചെന്നായ കൊണ്ടുപോയത്? അല്ല, നിന്റെ കുട്ടിയെയാണ് ചെന്നായ പിടിച്ചു കൊണ്ടുപോയത്. അവർ 2 പേരും വഴക്കുകൂടി. അവർ 2 പേരും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വിധി തേടിപ്പോയി. അവരുടെ സംസാരം കേട്ടതിനു ശേഷം ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് വലിയ സ്ത്രീയുടെ കുഞ്ഞാണെന്ന്. അത് ചെറിയ സ്ത്രീ അതിനോട് യോജിച്ചില്ല. അവർ 2 പേരും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോയി. അവരുടെ സംസാരം കേട്ടതിനു ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു കത്തി കൊണ്ടുവരൂ, ഈ കുട്ടിയെ മുറിച്ച് 2 പേർക്കും വീതിച്ചു തരാം. അപ്പോൾ തന്നെ ചെറിയ സ്ത്രീ പറഞ്ഞു, അല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ. അപ്പോൾ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം മനസ്സിലായി ഇത് ചെറിയ സ്ത്രീയുടെ കുഞ്ഞാണെന്ന്. അങ്ങനെ കുഞ്ഞ് യഥാർത്ഥ ഉമ്മയ്ക്ക് ലഭിച്ചു. ഇതിലെന്താണ് ഗുണപാഠം? പറയട്ടെ, അമ്പ്യാക്കന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കാത്തതല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. സത്യം എപ്പോഴും ഒരു ഭാഗത്തെ ഉണ്ടാകൂ. അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താ ഉഷാറല്ലേ, നല്ല മനോഹരമായി ആക്റ്റീവായിട്ട് പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ മുഹമ്മദ് സൈഹാൻ
2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. അവൻ്റെ കഥ നമ്മൾ കേട്ടല്ലോ, ഒരു ചരിത്ര സംഭവം അല്ലേ? ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത കാര്യം മാത്രമേ ഏതൊരാൾക്കും അറിയൂ എന്നുള്ള ഒരു കൃത്യമായ പാഠം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് നമ്മുടെ സുഹൃത്ത് മുഹമ്മദ് സൈഹാൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ പഠിക്കുവാനും കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഒരു പാട്ട് കേട്ടാലോ? ഒരു കൊച്ചു കൂട്ടുകാരൻ്റെ ഒരു കൊച്ചു കൂട്ടുകാരിയുടെ ആമിന മുഹമ്മദ് അലി നമ്മോടൊപ്പം, ഒരു കൊച്ചു UKG സ്റ്റുഡൻറ് നമ്മോടൊപ്പം ചേരുന്നു ഇടവണ്ണയിൽ നിന്നും. നമുക്ക് അവളുടെ പാട്ട് കേട്ട് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും. ഞാൻ ആമിന മുഹമ്മദ് അലി. ഞാൻ ഇവിടെ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. പുഞ്ചിരി പെയ്യും കാലം പോലെ ഒരമ്പിളി മാനത്ത്, നെഞ്ചിലെ സ്നേഹമിടിപ്പുകൾ തിക്കറായി മാറണ നേരത്ത്, കുഞ്ചും കുഞ്ഞിക്കിളികൾ പാടണ റമളാനും ബൈത്ത്, പുതിയൊരു റമളാനും ബൈത്ത്. അഹ്ലൻ യാ റമളാൻ ശഹ്ലൻ യാ റമളാൻ, അഹ്ലൻ യാ റമളാൻ ശഹ്ലൻ യാ റമളാൻ. ഓരോ ജീവഗണങ്ങളിലും ഇനി നിറയുകയായി പുതുബർക്കത്ത്. ഒഴിഞ്ഞ ഹൃദയങ്ങളിലെ വേദനയകലുകെ അത് ചെവിയോർത്ത്. എൻ്റെ പടച്ചോനെ വയറു നിറച്ചോനെ, പകലു തെളിച്ചോനെ, കോനെ പാടാം ഹംദുകൾ തോനെ. അതിനാൽ ഈ റമളാനിൽ ശബലബച്ചിറകേറിപ്പോണേ, അത് ഫിർദൗസോളം പോണേ. അലിഫും ലാമും മീമും ചേർന്ന് അറിവിൻ സാഗഹമാകുമ്പോൾ, അലിവിൻ സ്നേഹവദസ്സുകളിൽ ഖുർആനുൽ പൂത്തണലാകുന്നു. പള്ള വിശന്നാലും ഉള്ളു നിറഞ്ഞോളും ഇഫ്താർ രുചിമേളം ആളം പ്രാർത്ഥനയായി കേട്ടോ. എള്ളോളം പൊതിയില്ലാത്തൊരു മുറി പള്ളികളിൽ കേട്ടോളം, അത് ഫിർദൗസോളം നീളും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ ഉഷാറല്ലേ പാടുന്നത്? UKG സ്റ്റുഡൻ്റാണ്, ഇടവണ്ണയിൽ നിന്നാണ് നമ്മോടൊപ്പം ആമിന മുഹമ്മദ് അലി അല്ലേ? റമളാനിനെ കുറിച്ചും റമളാനിൻ്റെ ഇഫ്താറിനെ കുറിച്ചും അതുപോലെ തന്നെ റമളാനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള അല്ലേ, അതിൻ്റെ സന്തോഷങ്ങളൊക്കെ പറയുന്ന കിടിലൻ ഒരു മനോഹരമായ പാട്ട് നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തതായിട്ട് ഷംന ഫർഹീൻ നമ്മൾക്ക് വേണ്ടി ഇരുവേറ്റിയിൽ നിന്നും, മലപ്പുറം ജില്ലയിലെ ഇരുവേറ്റിയിൽ നിന്നും ഒരു പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും. ഞാൻ ഇരുവേത്തിയിൽ നിന്ന് ഷംന ഫർഹീൻ ആണ്. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. മേലെ മേഘക്കരെ നിന്നും മണ്ണിൽ വീഴും മഴയും ഇറയോന്റെ കാരുണ്യത്തിൻ നിറവാണ്. മേലെ മേഘക്കരെ നിന്നും മണ്ണിൽ വീഴും മഴയും ഇറയോന്റെ കാരുണ്യത്തിൻ നിറവാണ്. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. നേരം പോയി കാലം പോയി ആയുസിൻ്റെ നീളം പോയി, പിടികൂടും മരണമെന്നോർത്തോ, എന്നും പിടികൂടും മരണമെന്നോർത്തോ. നേരം പോയി കാലം പോയി ആയുസിൻ്റെ നീളം പോയി, പിടികൂടും മരണമെന്നോർത്തോ, എന്നും പിടികൂടും മരണമെന്നോർത്തോ. ഇണയില്ല തുണയില്ല
തണലില്ലാതലയുന്ന ഇടമാണ് പരലോകമോർത്തോ. ഇണയില്ല തുണയില്ല തണലില്ലാതലയുന്ന ഇടമാണ് പരലോകമോർത്തോ. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. അറിവില്ല കഴിവില്ല നീയല്ലാതെ തുണയില്ല, കനിവേകു സുബ്ഹാനെ നീ, എന്നും കനിവേകു സുബ്ഹാനെ നീ. അറിവില്ല കഴിവില്ല നീയല്ലാതെ തുണയില്ല, കനിവേകു സുബ്ഹാനെ നീ, എന്നും കനിവേകു സുബ്ഹാനെ നീ. ഇരുലോക വിജയം ഞാൻ തേടുന്നു റഹ്മാനെ, ഇരുകൈകൾ നീട്ടുന്നുവെന്നും. ഇരുലോക വിജയം ഞാൻ തേടുന്നു റഹ്മാനെ, ഇരുകൈകൾ നീട്ടുന്നുവെന്നും. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. മേലെ മേഘക്കരെ നിന്നും മണ്ണിൽ വീഴും മഴയും ഇറയോന്റെ കാരുണ്യത്തിൻ നിറവാണ്. മേലെ മേഘക്കരെ നിന്നും മണ്ണിൽ വീഴും മഴയും ഇറയോന്റെ കാരുണ്യത്തിൻ നിറവാണ്. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. മാഷാ അല്ലാ. ഷംന ഫർഹീൻ ഇരുവേറ്റിയിൽ നിന്നും നമ്മോടൊപ്പം പാട്ടുമായി ചേർന്ന പോലെ അള്ളാഹുവിൻ്റെ കഴിവുകൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകതകളൊക്കെ കോർത്തിണക്കിയ ഒരു കിടിലൻ പാട്ട് നമുക്ക് വേണ്ടി മോള് പാടിത്തന്നിരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. മനോഹരമായി അവതരിപ്പിച്ചു. ജസാക്കില്ലാഹി ഖൈറ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നന്നായിട്ട് പാടാനും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും പീസ് റേഡിയോയിലേക്ക് പാട്ടുകൾ അയക്കാനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യൽ ഷവ്വാലംബിളി സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു ഐഷ മെവിഷ്. 3ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിലെ ഒരു കൊച്ചു കൂട്ടുകാരി. അവളുടെ ഒരു പാട്ട് കേട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വന്നാലോ? ഇൻഷാ അല്ലാഹ് ആയിഷ മെവിഷിൻ്റെ പാട്ടിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ട് പണ്ട് പായൽ കപ്പൽ കയറിക്കൊണ്ടേ ഇവിടമിൽ അണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൽ സന്ദേശം കൊണ്ടേ. പണ്ട് പണ്ട് പായൽ കപ്പൽ കയറിക്കൊണ്ടേ ഇവിടമിൽ അണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൽ സന്ദേശം കൊണ്ടേ. പതിയത്ത് കുടങ്ങല്ലൂർ കരയവർ അണിഞ്ഞു, പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു. അതു കേട്ട പെരുമാളിൻ മനസ്സകം തെളിഞ്ഞു. പതിയത്ത് കുടങ്ങല്ലൂർ കരയവർ അണിഞ്ഞു, പരിശുദ്ധ ഇസ്ലാമിൻ വിധികളും ഒഴിഞ്ഞു. അതു കേട്ട പെരുമാളിൻ മനസ്സകം തെളിഞ്ഞു. ഷഹാദത്തോതി മണ്ണിൽ തെളിഞ്ഞു ജ്യോതി. പണ്ട് പണ്ട് പായൽ കപ്പൽ കയറിക്കൊണ്ടേ വിടമിൽ അണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൽ സന്ദേശം കൊണ്ടേ. മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പകുത്ത്. മതർ സൗഹാർദ്ദത്താലെന്നും കൈകൾ കോർത്ത് പിടുത്ത്. മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലർനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പകുത്ത്. മതർ സൗഹാർദ്ദത്താലെന്നും കൈകൾ കോർത്ത് പിടുത്ത്. അണിയായി നീങ്ങി എങ്ങും സന്തോഷം പൊങ്ങി. പണ്ട് പണ്ട് പായൽ കപ്പൽ
കപ്പല് കയറിക്കൊണ്ടേ വിടം അണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ അറബത്തൻ പരിഷ്കാരം ഇവിടമിൽ വളർന്ന് അറബിയും നമ്മളൊത്ത് ഹൃദയങ്ങൾ പുണർന്ന് അണിയായി മണ്ണിലെങ്ങും ഇസ്ലാമിനുയർന്ന് അറബത്തൻ പരിഷ്കാരം ഇവിടമിൽ വളർന്ന് അറബിയും നമ്മളൊത്ത് ഹൃദയങ്ങൾ പുണർന്ന് അണിയായി മണ്ണിലെങ്ങും ഇസ്ലാമിനുയർന്ന് പടർന്ന് കേറി കൽബിൽ തമസ് മാറി പണ്ട് പണ്ട് പായ കപ്പലും കയറിക്കൊണ്ടേ വിടം അണഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ട് പായ കപ്പല് കയറിക്കൊണ്ടേ വിടം അണിഞ്ഞല്ലോ മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ. ശുക്രൻ. മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട് അല്ലേ? പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ട് ഇവിടമിൽ അല്ലേ? നല്ല മനോഹരമായ പാട്ടിലെ കേരളത്തിലേക്ക് മാലിക് ദിനാർ വന്നു ഇസ്ലാമിക പ്രബോധനം നടത്തിയ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള എന്താ പറയുക, ഒരു കിടിലൻ പാട്ട് നമുക്ക് വേണ്ടി നമ്മുടെ ആയിഷ മേവിഷ് മനോഹരമായി അവതരിപ്പിച്ചു. ഇസ്ലാം കേരളത്തിലേക്ക് എത്തി, ഇവിടെ പടർന്ന് പന്തലിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രബോധക സംരംഭങ്ങൾ ഒരുപാട് പടർന്ന് പന്തലിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ. അതിൻ്റെയൊക്കെ ഭാഗമായി വളർന്നു വന്നതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും അകമഴിഞ്ഞ സഹായങ്ങളും പീസ് റേഡിയോക്ക് എന്നും എക്കാലത്തും എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.